പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തുകയും നീചകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹു അവൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനവും ഔദാര്യവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകുന്നു. ആ ഹിക്മത്ത് നൽകപ്പെടുന്നവന് കണക്കില്ലാത്ത നേട്ടമാണ് ലഭിക്കുന്നത്. എന്നാൽ ബുദ്ധിമാന്മാർ മാത്രമേ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകയുള്ളൂ. മുഫസ്സിറുകൾ പറയുന്നു, ഹിക്മത്ത് എന്നാൽ ഖുർആനും അറിവും കർമ്മശാസ്ത്രവുമാണ്. ഇൽമിന് ഇത്രയധികം സ്ഥാനം ലഭിച്ചത് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന സ്വർഗം നേടിയെടുക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഇൽമായതിനാലാണ്. തഫ്സീറുർ റാസി പറയുന്നു, അള്ളാഹുവിൻ്റെ വാഗ്ദാനവും പിശാചിൻ്റെ വാഗ്ദാനവും താരതമ്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ജ്ഞാനവും ഉത്തമമായി ഗണിക്കുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനവും ക്ഷണികമായ ആനന്ദത്തെ മുൻനിർത്തി ദേഹേച്ഛയും ശരീരവും ഉത്തമമായി ഗണിക്കുന്നത് പിശാചിൻ്റെ വാഗ്ദാനവുമാണ്. ബുദ്ധിയും ജ്ഞാനവും ഉത്തമമായി ഗണിക്കുന്നത് നമ്മെ സുരക്ഷിതമാക്കുന്നുവെന്നതിൽ ആരും സംശയിക്കില്ല. എന്നാൽ മറിച്ചുള്ള പരിഗണന നമ്മെ അപകടപ്പെടുത്തും. അപ്പോൾ ബുദ്ധിയും ജ്ഞാനവും വിധിക്കുന്നത് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അള്ളാഹു ഇൽമിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആളുകൾക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും പ്രത്യേക സഹായങ്ങൾ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരു വിഭാഗത്തിലേക്ക് അള്ളാഹു ശിക്ഷ വിധിച്ചു. തത്സമയം അവരിൽപ്പെട്ട ഒരു മതവിദ്യാർത്ഥി പാഠശാലയിൽ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉരുവിടുന്നത് പടച്ചവൻ കേൾക്കുകയും ചെയ്തു. അതിനാൽ അവരുടെ ശിക്ഷ 40 വർഷത്തേക്ക് അവരെ തൊട്ട് അള്ളാഹു ഉയർത്തും. ഒരു കുട്ടിയുടെ ഖിറാഅത്ത് കാരണം ഒരു ജനതയ്ക്ക് മുഴുവൻ റഹ്മത്ത് കിട്ടുമെങ്കിൽ ഇൽമിൻ്റെ ആളുകൾക്കുള്ള സ്ഥാനം വിവരണാതീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എൻ്റെ പ്രതിനിധികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആരാണ് തങ്ങളുടെ പ്രതിനിധികളെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. തിരുനബിയുടെ ഖലീഫമാരാകാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്നതിനെ പിൻഗാമികൾക്ക് എത്തിച്ചു കൊടുക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിലൂടെ നടക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഓ പട്ടണവാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? അവർ ചോദിച്ചു, എന്താണ് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതിക്കുന്നു. നിങ്ങളാണെങ്കിൽ ഇവിടെ നിൽക്കുന്നു. അവിടെ പോയി നിങ്ങൾക്കുള്ള വിഹിതം എടുക്കുന്നില്ലേ? അവരൊന്നടങ്ങ് ചോദിച്ചു, എവിടെയാണത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പള്ളിയിൽ. അവർ പള്ളിയിലേക്ക് കുതിച്ചു. അബൂ ഹുറൈറയാകട്ടെ അവർ തിരിച്ചു വരുന്നവരെ കാത്തിരുന്നു. മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്താ കിട്ടിയത്? അവർ പറഞ്ഞു, ഓ അബൂ ഹുറൈറ, ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു, പക്ഷേ അവിടെയൊന്നും വീതം വെക്കുന്നത് കണ്ടില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ ആരെയും കണ്ടില്ലേ? അവർ പറഞ്ഞു, കണ്ടു. ചിലർ നിസ്കരിക്കുന്നുണ്ട്, ചിലർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, മറ്റു ചിലർ ഹലാലും ഹറാമും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് നാശം. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത്.